നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സപ്തതിതമ സർഗ, 70-ാം സർഗം. ഇക്ഷ്വാകു വംശ പരമ്പരാനുകഥനം. ഇക്ഷ്വാകുവിൻ്റെ വംശപരമ്പരയെപ്പറ്റി പറയുന്നത്. ഇവിടെ ജനക മഹാരാജാവിൻ്റെ സഭയിൽ ദശരഥ രാജാവും പരിവാരങ്ങളും എഴുന്നള്ളിയിട്ടുണ്ട്. രാമലക്ഷ്മണന്മാരുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നു. രണ്ടുപേരുടെയും, വരൻ്റെയും വധുവിൻ്റെയും കാരണവന്മാർ തമ്മിൽ വംശപരമ്പരയെപ്പറ്റി വിശദമായി പരസ്പരം അറിയിക്കുന്നു. തതപ്രഭാതേ ജനക കൃതകർമാ മഹർഷിഭിഃ ഉവാച വാക്യം വാക്യജ്ഞ സദാനന്ദം പുരോഹിതം. പ്രാതഃ മമ മഹാതേജാ വീര്യവാനതി ധാർമ്മിക കുശധ്വജ ഇതി ഖ്യാത പുരീമധ്യവസച്ഛുഭാം വാര്യാമലകപര്യന്താം പിബന്നിഷുമതീം നദീം സംകാശ്യാം പുണ്യസങ്കാശാം വിമാനമിവ പുഷ്പകം തമഹം ദൃഷ്ടുമിച്ഛാമി യജ്ഞഗോപ്താ സമേ മദ പ്രീതിം സോऽവി മഹാതേജായിമാം ഭോക്താ മയാ സഹ. ഏവമുക്തേ തു വചനേ സദാനന്ദസ്യ സന്നിധൗ ആഗതാ കേചിദവ്യഗ്രാ ജനകസ്ഥാൻ സമാദിശത്. ശാസനാത്തു നരേന്ദ്രസ്യ പ്രയയു ശീഘ്രവാജിഭിഃ സമാനേതും നരവ്യാഘ്രം വിഷ്ണുമിന്ദ്രാജ്ഞയാ യഥാ. സാങ്കാശ്യാന്തേ സമാഗത്യ ദദൃശുശ്ച കുശധ്വജം ന്യവേദയൻ യഥാവൃത്തം ജനകസ്യ ച ചിന്തിതം. തദ്വൃത്തം നൃപതി ശ്രുത്വാ ദൂതശ്രേഷ്ഠൈർമഹാബലൈ ആജ്ഞയാഥ നരേന്ദ്രസ്യ ആജഗാമ കുശധ്വജ. സ ദദർശ മഹാതേജാ ജനകം ധർമ്മവത്സലം. സോ അഭിവാദ്യ സദാനന്ദം രാജാനം ചാപി ധാർമ്മികം രാജാർഹം പരമം ദിവ്യമാസനം ചാത്യരോഹത. പിന്നെ പ്രകാശമായേറെ മഹർഷിമാരോടുകൂടി യജ്ഞസമാപ്തി ക്രിയകളെ കഴിച്ച ശേഷം വാക്യവിശാരദനായ ജനക മഹാരാജാവ് പുരോഹിതനായ സദാനന്ദരോടായി ഇപ്രകാരം പറഞ്ഞു. മഹാതേജസ്വിയായി വീര്യശാലിയായി അതിധർമ്മിഷ്ഠനായി കുശധ്വജൻ എന്ന പ്രസിദ്ധിപൂണ്ട എൻ്റെ അനുജൻ നീർനെല്ലിത്തോട്ടങ്ങളാൽ ചൂടപ്പെട്ടതും പുണ്യത്തെപ്പോലെ തന്നെ സകലവിധ അഭീഷ്ടങ്ങളെ കൊടുക്കുന്നതും പുഷ്പക വിമാനം പോലെയുള്ളതും മംഗളകരവും ആയ സാങ്കാശ്യ എന്ന പട്ടണത്തിൽ ഇക്ഷുമതീ നദീജലത്തെ പാനം ചെയ്തുകൊണ്ട് വസിച്ചു വരുന്നു. മഹാതേജസ്വിയായ അവൻ ശുഭകൃത്യത്തെ കൂടെ തന്നെ ഇരുന്ന് നടത്തേണ്ടവനായ യോഗ്യതയുള്ളവൻ. ഞാൻ നടത്തുന്ന ഈ സന്തോഷത്തെ വിവാഹത്തിലുള്ള എന്നോടുകൂടി അവനും അനുഭവിക്കേണ്ടവൻ. അവനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. സദാനന്ദരുടെ സന്നിധിയിൽ വെച്ച് ഇപ്രകാരം ഉര ചെയ്ത ഉടനെ തന്നെ വേറെ പ്രവൃത്തിയിലേർപ്പെടാത്ത ചിലർ അവിടെ വന്ന മുഖം കാണിച്ച് ജനക മഹാരാജാവ് അവരെ കൽപ്പിച്ചയച്ചു. ഇന്ദ്രാജ്ഞയാൽ എന്ന പോലെ ഇക്കാര്യത്തെക്കുറിച്ചുള്ള മഹാരാജാജ്ഞയാൽ അതിവേഗതയുള്ള കുതിരകളിൽ കയറിക്കൊണ്ട് ആ പുണ്യാത്മവായ നരശ്രേഷ്ഠൻ കുശധ്വജനെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് അവർ ചെന്നു. സാങ്കാശ്യ പട്ടണത്തിനകത്ത് വന്നു ചേർന്ന് കുശധ്വജ മഹാരാജാവിനെ അവർ മുഖം കാണിച്ചു. ജനക മഹാരാജാവിൻ്റെ തിരുവുള്ളത്തെ ഉള്ളവണ്ണം കേൾപ്പിച്ചു. മഹാതേജസ്സാർന്ന മന്നവനായ കുശധ്വജൻ മഹാബലശാലികളായ ദൂതശ്രേഷ്ഠന്മാർ വക്കൽ നിന്ന് ആ വൃത്താന്തത്തെ കേട്ട് ജനക രാജാവിൻ്റെ കൽപ്പനയാകിയാൽ വന്നെത്തി. ഉടനെ അദ്ദേഹം വേഗത്തിൽ ധർമ്മനിഷ്ഠനായ ജനക മഹാരാജാവിനെ സന്ദർശിച്ചു. അദ്ദേഹം സദാനന്ദ മഹർഷിയെയും ധർമ്മശീലനായ മഹാരാജാവിനെയും നമസ്കരിച്ച് അതിൽ പിന്നെ രാജയോഗ്യമായ ഉത്തമ ദിവ്യ സിംഹാസനത്തിൽ ഉപവേശിച്ചു. ഉപവിഷ്ടാവുഭൗ തൗ തു പ്രാതരാവമിതൗജസൗ പ്രേഷയാമാസ ദുർവീര്യൗ മന്ത്രിശ്രേഷ്ഠം സുദാമനം. ഗച്ഛ മന്ത്രിപദേ ശീഘ്രമിക്ഷ്വാകുമമിതൗജസം ആത്മജൈഃ സഹ ദുർധർഷമാനയസ്സ സമന്ത്രിണം. ഔപകാര്യം സഗത്വാതു
രഘൂണാം കുലവർദ്ധനം ദദർശ ശിരസാ ചൈനമഭിവാദ്യേതമബ്രവീത്. അയോധ്യാധിപദേ വീര വൈദേഹോ മിഥിലാധിപ സത്വാം ദൃഷ്ടും വ്യവസിത സോപാധ്യായ പുരോഹിതം മന്ത്രിശ്രേഷ്ഠവച സുത്വാ രാജാ സർഷിഗണസ്തദാ സബന്ധുരഗമത്തത്ര ജനകോ യത്ര വർത്തതേ. രാജാ ച ജനക ശ്രീമാൻ രാജരാജം സഹാനുജ പ്രത്യുദ്ഗമ്യ പ്രഹൃഷ്ടാത്മാ പ്രവേശ്യ ഗൃഹമർഹയത്. സ രാജാ മന്ത്രിസഹിത സോപാധ്യായ സബാന്ധവ വാക്യം വാക്യവിദാം ശ്രേഷ്ഠോ വൈദേഹമിതമബ്രവീത്. വിദിതം തേ മഹാരാജ ഇക്ഷ്വാകുകുലദൈവതം വക്താ സർവേഷു കൃത്യേഷു വസിഷ്ഠോ ഭഗവാനുഷീ വിശ്വാമിത്രാഭ്യനുജ്ഞാത സഹ സർവൈർമഹർഷിഭിഃ. ഹേഷ വക്ഷ്യതി ധർമാത്മാ വസിഷ്ഠോ മേ യഥാക്രമം. അളവറ്റ തേജസ്വികളും വീരന്മാരും ആയ ആ രണ്ടു സഹോദരന്മാരും ഇക്കാര്യത്തെപ്പറ്റി തമ്മിൽ സംസാരിച്ച ശേഷം മന്ത്രിമുഖ്യനായ സുദാമനെ ഇപ്രകാരം കൽപ്പിച്ച് പറഞ്ഞയച്ചു. ഹേ മന്ത്രിമുഖ്യ, ഇപ്പോൾ തന്നെ അങ്ങുന്നു തന്നെ പോയാലും നിസ്തുല തേജസ്വിയായ ദശരഥ ചക്രവർത്തിയെ മന്ത്രിസഹിതനായി പുത്രന്മാരോടും കൂടി ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നാലും അദ്ദേഹം ചക്രവർത്തി എഴുന്നള്ളിയിരുന്ന അതിഥികൾക്കുള്ള കോവിലകത്തേക്ക് ചെന്ന് ഋക്കുക്കളുടെ വംശവർദ്ധനായ ദശരഥ മഹാരാജാവിനെ മുഖം കാണിച്ചു. ഉടനെ അദ്ദേഹത്തെ തലകുമ്പിട്ട് നമസ്കരിച്ച ശേഷം ഇപ്രകാരം തിരുമനസ് അറിയിച്ചു. അയോധ്യാധിപനായുള്ളവേ വീര, മിഥിലാധിപനായ ആ ജനക മഹാരാജാവ് നിന്തിരുവടിയെ ഉപാധ്യായന്മാരോടും പുരോഹിതന്മാരോടും കൂടിയവനായി സന്ദർശിപ്പാൻ അവസരം കാത്തുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് അപ്പോൾ തന്നെ മഹാരാജാവ് ഋഷിഗണങ്ങളോടും ബന്ധുക്കളോടും കൂടിയവനായി ജനക മഹാരാജാവ് എവിടെ കാത്തിരുന്നോ അവിടേക്ക് എഴുന്നള്ളി. ശ്രീമാനായ ജനക മഹാരാജാവ് പരമാനന്ദഭരിതനായി ചക്രവർത്തിയെ അനുജനോടും കൂടി എതിരേറ്റു സൽക്കരിച്ച് വസതിയിലേക്ക് എഴുന്നള്ളിച്ച് പൂജിച്ചു. മന്ത്രിസഹിതനും ഉപാധ്യായ സഹിതനും ബന്ധുസഹിതനും വാക്യന്മാരിൽ വെച്ച് മുമ്പനും ആയ ആ ചക്രവർത്തി ജനക മഹാരാജാവിനോടും ആയി ഇപ്രകാരം വാക്യത്തെ അരുളി ചെയ്തു. മഹാരാജാവേ, മഹർഷിയായ വസിഷ്ഠ ഭഗവാൻ ഇക്ഷ്വാകുകുലത്തിന് ദൈവമെന്നും സർവ്വകാര്യങ്ങളിലും മുമ്പിലൊരു ചെയ്യേണ്ടവനെന്നും അവിടുന്ന് അറിഞ്ഞ സംഗതിയാണല്ലോ. മഹർഷിമാർ എല്ലാവരോടും കൂടി ഈ ധർമാത്മാവായ വസിഷ്ഠ ഭഗവാൻ വിശ്വാമിത്ര മുനിയുടെ അനുമതിയോടും കൂടെ എൻ്റെ വംശപാരമ്പര്യക്രമത്തെ വിവരിച്ച് ഉര ചെയ്യും. ഏവമുക്ത്വാ നരശ്രേഷ്ഠേ രാജ്ഞാം മധ്യേ മഹാത്മനാം തൂഷ്ണീം ഭൂതേ ദശരഥേ വസിഷ്ഠോ ഭഗവാൻ ഋഷി ഉവാച വാക്യം വാക്യജ്ഞോ വൈദേഹം സപുരോധസം അവ്യക്തപ്രഭവോ ബ്രഹ്മ ശാശ്വതോ നിത്യ അവ്യയ തസ്മാൻ മരീചി സജ്ഞേ മരീചേ കാശ്യപസുത വിവസ്വാൻ കാശ്യപാജ്ഞേ മനുർവൈവസ്വത സ്മൃത മനു പ്രജാപതി പൂർവമിക്ഷാഗുസ്തു മനോസുത തമിക്ഷാഗുമയോധ്യായാം രാജാനം വിദ്ധി പൂർവകം ഇക്ഷ്വാഗോസ്തു സുത ശ്രീമാൻ കുക്ഷിരിത്യേവ വിശ്രുത കുക്ഷേരഥാത്മജ ശ്രീമാൻ വികുക്ഷിരുതപദ്യത വികുക്ഷേസു മഹാതേജാ ബാണ പുത്ര പ്രതാപവാൻ ബാണസ്യ തു മഹാതേജാ അനരണ്യ പ്രതാപവാൻ അനരണ്യാത് പ്രഥുർജജ്ഞേ ത്രിശങ്കുസ്തു പൃഥോസുത ത്രിശങ്കോരഭവത്പുത്രോ സുന്ധുമാരോ മഹായശാ സുന്ധുമാരാത് മഹാതേജാ യുവനാശോ മഹാരഥ യുവനാശ്വസുത ശ്രീമാൻ മാന്ധാദാ പൃഥിവീപതി. രാജാക്കന്മാരുടെയും മഹാത്മാക്കളുടെയും നടുവിൽ പുരുഷശ്രേഷ്ഠനായ ദശരഥ മഹാരാജാവ് ഇപ്രകാരം അരുളി ചെയ്ത് വിരമിച്ചപ്പോൾ വാക്യജ്ഞനും മഹർഷിയും ആയ വസിഷ്ഠ ഭഗവാൻ പുരോഹിത സഹിതനായ ജനക മഹാരാജാവിനോടായി ഇപ്രകാരം വാക്യത്തെ ഉര ചെയ്യാൻ തുടങ്ങി. ബ്രഹ്മാവ് ശാശ്വതനായുള്ളവൻ, സ്വേച്ഛ പോലെ പ്രവർത്തിപ്പാൻ ശക്തൻ, കാലക്രമ ദോഷരഹിതൻ, ഇന്ദ്രിയാതീതനായ പരങ്കൽ നിന്നും ഉളവായവൻ. അദ്ദേഹത്തിങ്കൽ നിന്നും മരീചി ജനിച്ചു. മരീചിയുടെ പുത്രൻ കാശ്യപൻ.
കാശ്യപങ്കൽ നിന്ന് സൂര്യഭഗവാൻ ജനിച്ചു. സൂര്യപുത്രൻ എന്നറിയപ്പെടുന്നവൻ മനു. മനു തന്നെയാണ് ആദ്യം മനുഷ്യജാതികളുടെ പിതാവായവൻ. മനുവിൻ്റെ പുത്രൻ ഇക്ഷ്വാകു. ആ ഇക്ഷ്വാകുവിനെ അയോധ്യയിലെ ആദ്യത്തെ രാജാവെന്ന് അറിഞ്ഞാലും ശ്രീമാൻ എന്ന് ലോകപ്രസിദ്ധനായ കുക്ഷി എന്നവൻ തന്നെ ഇക്ഷ്വാകുവിൻ്റെ പുത്രൻ. പിന്നെ കുക്ഷിയുടെ പുത്രനായി ശ്രീമാനായ വികുക്ഷി ഉണ്ടായി. മഹാതേജസ്വിയും പ്രതാപശാലിയും ആയ ബാണൻ തന്നെ വികുക്ഷിയുടെ പുത്രൻ. മഹാതേജസ്വിയും പ്രതാപശാലിയുമായ അനരണ്യൻ എന്നവൻ തന്നെ ബാണൻ്റെ പുത്രൻ. അനരണ്യങ്കൽ നിന്നും പൃഥു ജനിച്ചു. ത്രിശങ്കു തന്നെ പൃഥുവിൻ്റെ പുത്രൻ. ത്രിശങ്കുവിന് അതികീർത്തിമാനായ സുന്ധുമാരൻ എന്ന പുത്രൻ ജനിച്ചു. സുന്ധുമാരങ്കൽ നിന്ന് മഹാതേജസ്വിയും മഹാവീര്യനും ആയ യുവനാശ്വൻ. യുവനാശ്വൻ്റെ പുത്രൻ ഭൂമണ്ഡലാധിപതിയായ ശ്രീമാൻ മാന്ധാതാവ്. മാന്ധാതസ്തു സുത ശ്രീമാൻ സുസന്ധിരുപദ്യത സുസന്ധേരവിപുത്രൗദ്യൗ ധ്രുവസന്ധി പ്രസേനജിത് യശസ്വീ ധ്രുവസന്ധേസ്തു ഭരതോ നാമനാമത ഭരതാത്തു മഹാതേജാസിതോ നാമ ജാതവാൻ യസ്യ തേ പ്രതിരാജാന ഉദപദ്യന്തശത്രവ ഹൈഹയാസ്താലജംഘാശ്ച ശൂരാശ്ച ശശിബിന്ദവ താംസ്തു സംപ്രതിയുധ്യൻ ഹി യുദ്ധേ രാജാ പ്രവാസിത ഹിമവന്തമുപാഗമ്യ ഭാര്യാഭ്യാം സഹിതോ അവസത് അസിതോൽപബലോ രാജാ കാലധർമ്മമുപേയുവാൻ ദ്വേ ചാസ്യ ഭാര്യേ ഗർഭിണ്യൗ ബഭൂവ ശ്രുതി ഏകം ഗർഭവിനാശായ സപജ്ഞൈ തുഗരം ദദൗ തത ശൈലവരേ രമ്യേ ബഭൂവാഭിരതോ മുനി ഭാർഗവശ്ചവനോ നാമ ഹിമവന്തമുപാശ്രിത തത്ര ചൈകാ മഹാഭാഗാ ഭാർഗവം ദേവവർച്ചസം ഭവന്തേ പത്മപത്രാക്ഷീ കാംക്ഷന്തീ സുതമുത്തമം തമൃഷിം സാഭ്യുപാഗമ്യ കാളിന്ദീ ചാഭ്യവാദയത് സ താമഭ്യ വദദ്വിപ്രാ പുത്രേപ്സും പുത്രജന്മനി. മാന്ധാതാവിന് ശ്രീമാനായ സുസന്ധി എന്ന പുത്രൻ ഉണ്ടായി. ധ്രുവസന്ധി പ്രസേനജിത്ത് എന്ന രണ്ടുപേരും സുസന്ധിയുടെ പുത്രന്മാർ. പ്രസിദ്ധിപ്പെട്ട കീർത്തിശാലികളായ ഭരതൻ എന്നവൻ തന്നെ ധ്രുവസന്ധിയുടെ പുത്രൻ. മഹാതേജസ്വിയായ അസിതൻ എന്നവൻ തന്നെ ഭരതങ്കിൽ നിന്ന് ഉളവായവൻ. ഈ ശൂരന്മാരായ ഹൈഹയരെന്നവരും താലജംഘരെന്നവരും ശശിബിന്ദുക്കൾ എന്നവരും ആയ അന്യരാജാക്കന്മാർ യാതൊരുവന് വിരോധികളായി ഏർപ്പെട്ടുവോ അപ്രകാരമുള്ള ആ രാജാവ് തന്നെ യുദ്ധത്തിൽ അവരുമായി എതിർത്ത് പോരാടിയപ്പോൾ രാജ്യത്തു നിന്നും ഓടിക്കപ്പെട്ടു. ബലഹീനനായ അസിത മഹാരാജാവ് ഇരു ഭാര്യമാരോടും കൂടെ ഹിമാലയത്തിൽ ചെന്നു ചേർന്ന് അവിടെ വസിച്ചു. അവിടെ വച്ച് തീപിടുകയും ചെയ്തു. അക്കാലം അദ്ദേഹത്തിൻ്റെ പത്നിമാർ ഇരുവരും ഗർഭിണികളായിരുന്നു. ഇത് ഇരുവരും കേട്ടറിഞ്ഞ സംഗതിയായിരുന്നു. ഒരുത്തി സപത്നിക്ക് ഗർഭം നശിപ്പിക്കുവാൻ വേണ്ടി വിഷം കൊടുത്തു. അതേ കാലത്ത് ഭൃഗുവംശജനും ച്യവനനെന്നു പേരായവനും ആയ മഹർഷി ഹിമാലയത്തെ പ്രാപിച്ചവനായി മനോഹരമായ ഒരു കുന്നിൽ ദൈവധ്യാനനിരതനായി കാലം കഴിക്കുന്നവനായി തന്നെ വർത്തിച്ചിരുന്നു. മഹാഭാഗ്യവതിയും കൊൽത്താർ നേത്രയും ആയ അതിലൊരുവൾ ഉത്തമനായ പുത്രനെ ആഗ്രഹിക്കുന്നവളായി ദിവ്യ തേജസ്വിയായ ആ ഭൃഗുവംശജനെ അദ്ദേഹം തപസ് ചെയ്തിരുന്ന ദിക്കിൽ ചെന്ന് വന്നിച്ചു. കാളിന്തി എന്ന അവൾ പിന്നെ ആ മഹർഷിയുടെ അടുത്ത് ചെന്ന് നമസ്കരിച്ച് തൻ്റെ അഭീഷ്ടത്തെ ഉരച്ചു. ആ ബ്രാഹ്മണൻ പുത്രനെ കാംക്ഷിക്കുന്ന അവളെ നോക്കി പുത്രോൽപത്തി കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: കമലനേത്രിയായ ഹേ പുണ്യവതി, വിഷശരീരനായും അത്യധിക ബലശാലിയായും മഹാവീര്യവാനായും അതിതേജസ്വിയായും ശ്രീമാനായും ഉള്ള ഒരു സൽപുത്രൻ ഭവതിയുടെ വയറ്റിൽ താമസിയാതെ ജനിപ്പാൻ പോകുന്നു. ദുഃഖിക്കേണ്ട. തവ കുക്ഷൗ മഹാഭാഗേ സുപുത്രസു മഹാബല മഹാവീര്യോ മഹാതേജ അജിജ സഞ്ജനിഷ്യതി ഗരേണ സഹിത ശ്രീമാൻമാശുജ കമലേക്ഷണേ. കമലനേത്രിയായ ഹേ പുണ്യവതി, വിഷശരീരനായും അത്യധിക ബലശാലിയും മഹാവീര്യവാനായും അതിതേജസ്വിയായും ശ്രീമാനായും ഉള്ള ഒരു സൽപുത്രൻ ഭവതിയുടെ വയറ്റിൽ താമസിയാതെ ജനിപ്പാൻ പോകുന്നു. ദുഃഖിക്കേണ്ട. ഏവമുക്ത മഹാഭാഗാ അസിതേ സ്വർഗദേ സതി നിധായ ചേതോ നൃപതൗ വിദ്യുല്ലേഖവ സുപ്രഭാ ച്യവനം തു നമസ്കൃത്യ രാജപുത്രീ പതിവൃതാ പതിശോകാതുരാ തസ്മാത് പുത്രം ദേവീ വ്യജായത
സപജ്ഞാതു ഗരസ്തസ്യൈ ദത്തോ ഗർഭജിഘാംസയാ സഹ തേന ഗരേണൈവ ജാതഃ സഗരോ അഭവത് സഗരസ്യ സമഞ്ജസ്തു അസമഞ്ജാത് തഥാംശുമാൻ ദിലീപോ അംശുമതഃ പുത്രോ ദിലീപസ്യ ഭഗീരഥ ഭഗീരഥാത് കകുസ്തസ്തു രഘുസ്തസ്മാദജായത രഘോസ്തു പുത്രസ്തേജസ്വീ പ്രവൃദ്ധ പുരുഷാദഗ കൽമാഷാപാദോപ്യ ഭവത്തസ്മാജ്ജാതസ്തു ശംഖണ സുദർശന ശംഖണസ്യ അഗ്നിവർണ്ണ സുദർശനാത് ശീഘ്രഗസ്ത്വഗ്നിവർണ്ണസ്യ ശീഘ്രഗസ്യ മരുസുത മരോ പ്രശുശ്രുക സ്വാസീദംബരീഷ പ്രശുശ്രുകാത് അംബരീഷസ്യ പുത്രോ ഭൂന്നകുഷപ്രഥവീപതി നകുഷസ്യ യയാദിസ്തു നാഭാഗസ്തു യയാദിജ. മിന്നൽ പിണർ പോലെ മഹാകാന്തിയുള്ളവളും ഭർത്തൃദുഃഖാതുരയും എങ്കിലും അസിത മഹാരാജാവ് സ്വർഗസ്ഥനായിരിക്കുമ്പോഴും അരജങ്കൽ ചിത്തത്തെ അർപ്പണം ചെയ്ത പതിവ്രതയും രാജപുത്രിയും പട്ടമഹിഷിയും ശവന മഹർഷിയെ ശരണം പ്രാപിച്ച മേൽപ്പറഞ്ഞ വണ്ണം അനുഗ്രഹിക്കപ്പെട്ടവളും മഹാപുണ്യവതിയുമായ അവൾ അതിനാൽ ഒരു പുത്രനെ പ്രസവിച്ചു. ഗർഭത്തെ അലസിപ്പിക്കാനുള്ള ആഗ്രഹത്താൽ സപത്നിയാൽ അവൾക്ക് വിഷം കൊടുക്കപ്പെട്ടു. അതേ വിഷത്തോടു കൂടി തന്നെ അദ്ദേഹം ജനിച്ചു. അക്കാരണത്താൽ അദ്ദേഹം സഗരൻ എന്ന് അറിയപ്പെട്ടു. അസമഞ്ജൻ തന്നെ സഗര മഹാരാജാവിൻ്റെ പുത്രൻ. അതിനുശേഷം അസമഞ്ജങ്കിൽ നിന്ന് അംശുമാൻ ദിലീപൻ, അംശുമാൻ്റെ പുത്രൻ. ഭഗീരഥൻ തന്നെയാണ് ദിലീപൻ്റെ പുത്രൻ. ഭഗീരഥങ്കിൽ നിന്ന് കകുസ്തനുളവായി. അദ്ദേഹത്തിങ്കിൽ നിന്ന് രഘു ജനിച്ചു. രഘുവിന് തേജസ്വി എന്നിരുന്നാലും ഒരു ശാപത്താൽ നരമാംസഭോജിയും കറുത്ത കാലുകളാർന്നവനും ആയ പ്രവൃദ്ധൻ എന്ന പുത്രൻ ഉണ്ടായി. അദ്ദേഹത്തിൽ നിന്ന് ശംഖണൻ ജനിച്ചു. സുദർശനൻ ശംഖണൻ്റെ പുത്രൻ. സുദർശനങ്കിൽ നിന്ന് അഗ്നിവർണ്ണൻ ഉളവായി. ശീഘ്രകൻ തന്നെ അഗ്നിവർണ്ണൻ്റെ പുത്രൻ. മരു ശീഘ്രകൻ്റെ പുത്രൻ. പ്രശ്രുകൻ എന്നവൻ മരുവിനുണ്ടായി. അഗ്നിവർണ്ണൻ്റെ പുത്രൻ മരു, ശീഘ്രകൻ്റെ പുത്രൻ പ്രശ്രുകൻ എന്നവൻ മരുവിനും ഉണ്ടായി. അംബരീഷൻ തന്നെ പ്രശുശ്രങ്കൽ നിന്നുള്ളവായവൻ. അംബരീഷൻ്റെ പുത്രൻ നകുഷൻ തന്നെ ഭൂമണ്ഡലാധിപതിയായി വിളങ്ങി. യയാതി തന്നെ നകുഷൻ്റെ പുത്രൻ. നാഭാഗൻ യയാതിപുത്രൻ. നാഭാഗസ്യ ബഭൂവായ അജാ ദശരഥോ അഭവത് അസ്മാദശരഥാജ്ഞാതൗ ഭ്രാതരൗ രാമലക്ഷ്മണൗ ആദിവംശവിശുദ്ധാനാം രാജ്ഞാം പരമധർമ്മിണാം ഇക്ഷ്വാകുകുലജാതാനാം വീരാണാം സത്യവാദിനാം രാമലക്ഷ്മണയോരർത്ഥേ ത്വത്സുതേ വരയേ നൃപ സദൃശാഭ്യാം നരശ്രേഷ്ഠ സദൃശേ ദാതുമർഹസി. നാഭാഗന് അജൻ ജനിച്ചു. അജമഹാരാജാവ് നിന്ന് ദശരഥ മഹാരാജാവ് ജനിച്ചു. ഈ ദശരഥ മഹാരാജാവിങ്കിൽ നിന്ന് ഭ്രാതാക്കന്മാരായ ശ്രീരാമലക്ഷ്മണന്മാർ ജനിച്ചു. രാജാക്കന്മാരായി ആദ്യം തൊട്ട് തന്നെ വംശവിശുദ്ധി ആർന്നവരായി, അതിധർമ്മിഷ്ഠരായി, ശൂരന്മാരായി, സത്യസന്ധന്മാരായി ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ചവരിൽ ചേർന്ന കാരണത്താൽ ശ്രീരാമലക്ഷ്മണന്മാർക്ക് ഇരുവർക്കും അല്ലയോ രാജാവേ, അവിടുത്തെ 2 പുത്രിമാരെയും പരിണയം ചെയ്തു കൊടുപ്പാൻ ഞാൻ വരണം ചെയ്യുന്നു. ഹേ നരശ്രേഷ്ഠ, തക്ക വരന്മാരായ ഇരുവർക്കും തക്ക പത്നിമാരായ 2 പുത്രിമാരെയും വിവാഹം ചെയ്തു കൊടുക്കാൻ തിരുമനസ്സുണ്ടാകണം. ഇത്യാശെ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ സപ്തതിതമ സർഗ 70-ാം സർഗം സമാപ്തം. ഇനി ഏക സപ്തതിതമ സർഗ 71-ാം സർഗം. ജനകവംശാനുകീർത്തനം, ജനകവംശ പരമ്പരയെ പറയുന്നത്. ഏവം ബ്രൂവാണം ജനക പ്രത്യുവാച കൃതാഞ്ജലി ശ്രോതുമർഹസി ഭദ്രം തേ കുലം ന പരികീർത്തിതം പ്രദാനേഹി മുനിശ്രേഷ്ഠ കുലം നിരവശേഷത വക്തവ്യം കുലജാതേന തന്നിബോധ മഹാമുനി രാജാഭൂത് ത്രിഷു ലോകേഷു വിശ്രുത സ്വേന കർമ്മണാ നിമി പരമധർമാത്മാ സർവസത്വദാംബര തസ്യ പുത്രോ മിഥിർനാമ മിഥിലായേന നിർമ്മിതാ പ്രഥമോ ജനകോ നാമ ജനകാദപ്യുതാവസു.
ജനക മഹാരാജാവ് അപ്രകാരം വരണം ചെയ്ത അദ്ദേഹത്തെ നോക്കി കൈകൂപ്പിക്കൊണ്ട് ഇപ്രകാരം മറുപടി അരുളി ചെയ്തു: ഞങ്ങളുടെ വംശം വിവരിക്കപ്പെടുന്നതിന് കേട്ടറിയാലും ഇന്ദ്രവഴിക്ക് യശസ്സുണ്ടാകട്ടെ. ഹേ മുനിവര്യ, സത്കുലത്തിൽ പിറന്നവനാൽ കന്യകാദാനകർമ്മത്തിൽ വംശാവലി ഒന്നും വിടാതെ ഉര ചെയ്യപ്പെടേണ്ടതാണല്ലോ. അതിനാൽ ഹേ മുനിവര, അതിനെ കേട്ടരുളിയാലും. നിമി എന്ന ഒരു രാജാവ് തൻ്റെ സ്വപുണ്യകർമ്മഫലത്താൽ സകല സാത്വികന്മാരിലും വച്ച് ഉത്തമനായി അതിധർമ്മിഷ്ഠനെന്ന് 3 ലോകങ്ങളിലും പ്രസിദ്ധി പൂണ്ടവനായി ഉണ്ടായിരുന്നു. ആദ്യത്തെ ജനകൻ എന്നറിയപ്പെടുന്നവനും മിഥിലാപട്ടണം നിർമ്മിക്കപ്പെട്ടത് യാതൊരുവനാലോ അദ്ദേഹവും ആയ മിഥി എന്നവൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ. ആ ജനകങ്കൽ നിന്ന് ഉദാവസു ജനിച്ചു. ഉദാവസോസ്തു ധർമാത്മാ രാജാ വൈ നന്ദിവർദ്ധന. നന്ദിവർദ്ധനപുത്രസ്തു സുഖേതുർനാമനാമദ. സുഖേതോരവി ധർമാത്മാ ദേവരാജോ മഹാബല. ദേവരാജസ്യ രാജർഷേർബൃഹദ്രഥ ഇതി സ്മൃത. ബൃഹദ്രഥസ്യ ശൂരോ ഭൂൻ മഹാവീരപ്രതാപവാൻ. മഹാവീരസ്യ ധൃതിമാൻ സുധൃതി സത്യവിക്രമ. ശ്രുധൃതേരവി ധർമാത്മാ ദൃഷ്ടകേതുസുധാർമ്മിക. ദൃഷ്ടകേതോസ്തു രാജർഷേർഹര്യശ്വ ഇതി വിശ്രുത. ഹര്യശ്വസ്യ മരുപുത്രോ മരോപുത്ര പ്രതിന്ധകസ്യ ധർമാത്മാ രാജാ കീർത്തിരഥ സുത. പുത്രകീർത്തിരഥസ്യാഥ ദേവമീഡ ഇതി സ്മൃത. ദേവമീഡസ്യ വിബുധോ വിബുധസ്യ മഹീധൃഗാ. മഹീധൃഗസുതോ രാജാ കീർത്തിരാധോ മഹാബല. കീർത്തിരാധസ്യ രാജർഷേർമഹാരോമാവ്യജായത. മഹാരോംനസ്തു ധർമാത്മാ സ്വർണരോമാവ്യജായത. സ്വർണരോംനസ്തു രാജർഷേർഹൃസ്വരോമാവ്യജായത. തസ്യ പുത്രദ്വയം രാജ്ഞോ ധർമ്മജ്ഞസ്യ മഹാത്മന. ജ്യേഷ്ഠോऽഹമനുജോ ഭ്രാതാ മമ വീരകുശധ്വജ. മാം തു ജ്യേഷ്ഠം പിതാ രാജ്യേ സോऽഭിഷിച്യ നരാധിപ. കുശധ്വജം സമാവേശ്യ ഭാരം മൈവനം ഗത. നന്ദിവർദ്ധനായ ധർമാത്മാവായ രാജാവ് തന്നെ ഉദാവസുവിൻ്റെ പുത്രൻ. പ്രസിദ്ധിപെറ്റ സുകേതു എന്നവൻ തന്നെ നന്ദിവർദ്ധന പുത്രൻ. മഹാബലശാലിയും ധർമാത്മാവും ആയ ദേവരാജൻ സുകേതുവിൻ്റെ പുത്രൻ. ബൃഹദ്രഥൻ എന്ന് അറിയപ്പെട്ടവൻ രാജർഷിയായ ദേവരാജൻ്റെ പുത്രൻ. ശൂരനും പ്രതാപശാലിയും ആയ മഹാവീരൻ ബൃഹദ്രഥന് ഉണ്ടായി. ധൈര്യശാലിയും സ്ഥിരപരാക്രമശാലിയും ആയ സുധൃതി മഹാവീരൻ്റെ പുത്രൻ. ധർമ്മശ്രദ്ധയുള്ളവനും ഉത്തമധർമാനുഷ്ഠാനയുക്തനും ആയ ദൃഷ്ടകേതു സുധൃതിയുടെ പുത്രൻ. പ്രസിദ്ധനായ ഹൈരീശ്വൻ എന്നവൻ തന്നെ രാജർഷിയായ ദൃഷ്ടകേതുവിൻ്റെ പുത്രൻ. മരു ഹരീശ്വൻ്റെ പുത്രൻ. പ്രതിന്ധകൻ മരുവിൻ്റെ പുത്രൻ. ധർമാത്മാവായ കീർത്തിരഥൻ എന്ന രാജാവ് പ്രതിന്ധകൻ്റെ പുത്രൻ. പിന്നെ ദേവമീഡൻ എന്ന് അറിയപ്പെട്ടവൻ കീർത്തിരഥൻ്റെ പുത്രൻ. വിബുധൻ ദേവമീഡൻ്റെ പുത്രൻ. മഹീധൃഗൻ വിബുധൻ്റെ പുത്രൻ. മഹാബലവാനായ കീർത്തിരാജൻ എന്ന രാജാവ് മഹീധൃഗപുത്രൻ. മഹാരോമാവ് എന്നവൻ രാജർഷിയായ കീർത്തിരാജന് ഉളവായി. ധർമാത്മാവായ സ്വർണരോമാവ് തന്നെ മഹാരോമാവിനെ ജനിച്ചു. ഹൃസ്വരോമാവ് എന്നവൻ തന്നെ രാജർഷിയായ സ്വർണരോമാവിനെ ജനിച്ചു. ആ ധർമ്മജ്ഞനും മഹാത്മാവുമായ രാജാവിന് 2 പുത്രന്മാർ. മൂത്തവൻ ഞാൻ, എൻ്റെ കൂടെ പിറന്ന അനുജൻ വീരനായ കുശധ്വജൻ. അച്ഛനും രാജാവും ആയ അദ്ദേഹം ജ്യേഷ്ഠനായ എന്നെ രാജ്യത്തിൽ അഭിഷേകം ചെയ്ത് കുശധ്വജനെ ഭരിക്കപ്പെടേണ്ടവനായി എങ്കലേൽപ്പിച്ച് തപസ്സിനായി കാട്ടിലേക്ക് പോയി. വൃദ്ധേ പിതരി സൂര്യാദേ ധർമ്മേണ സ്ഥുരമാവഹം. ഭ്രാതരം ദേവസങ്കാശം സ്നേഹാത് പശ്യൻ കുശധ്വജം. കസ്യചിത്വഥ കാലസ്യ സാംകാശ്യാദാഗതപുരാത്. സുധന്വാ വീര്യവാൻ രാജാ മിഥിലാമവരോധകഃ. സ ച മേ പ്രേഷയാമാസ ശൈവം ധനുരനുത്തമം. സീതാ കന്യാ ച പത്മാക്ഷി മഹ്യം വൈദീയതാമിതി. തസ്യാ പ്രധാനാത് ബ്രഹ്മർഷേ യുദ്ധമാസീന്മയാ സഹ. സ ഹതോ അഭിമുഖോ രാജാ സുധന്വാതു മയാ രണേ. നിഹത്യതം മുനിശ്രേഷ്ഠ സുധന്വാനം നരാധിപം. സാങ്കാശ്യേ ഭ്രാതരം വീരമഭ്യഷിഞ്ചം കുശധ്വജം.
കനീയാനേഷമേ പ്രാതാഹം ജ്യേഷ്ഠോ മഹാമുനേ ദദാമി പരമപ്രീതോ വദ്ധോ തേ മുനിപുങ്കവ സീതാം രാമായ ഭദ്രം തേ ഊർമിളാം ലക്ഷ്മണായ ച വീര്യശുൽക്കാം മമ സുതാം സീതാം സുരസുതോപമാം ദ്വിതീയാമൂർമിളാം ചൈവ ത്രിദ്രദാമിന സംശയ രാമ ലക്ഷ്മണയോ രാജൻ ഗോദാനം കാരയസ്വഹ പിതൃകാര്യം ച ഭദ്രം തേ തതോ വൈവാഹികം കുരു. വയോധികനായ പിതാവ് സ്വർഗം പ്രാപിച്ചപ്പോൾ ദേവതുല്യനായ അനുജൻ കുശധ്വജനെ സ്നേഹത്തോടെ സംരക്ഷിക്കുവാനായി ധർമ്മപ്രകാരം രാജ്യഭാരത്തെ ഏറ്റു. പിന്നെ ഒരു കാലത്തിൽ സംഘാശ പട്ടണത്തിൽ നിന്നും വീര്യവാനായ സുധന്വാൻ എന്ന രാജാവ് മിഥിലയെ വളയുവാൻ വന്നു. അയാൾ ശ്രേഷ്ഠമായ ശിവധനുസ്സും പത്മനേത്രയായ കന്യക സീതയും നമുക്ക് നൽകപ്പെടട്ടെ എന്ന് എന്നോട് ദൂതന്മാർ മുഖേന ആവശ്യപ്പെട്ടു. ഹേ ബ്രഹ്മർഷി, അവന് കൊടുക്കില്ലെന്ന കാരണത്താൽ എന്നോടുകൂടി യുദ്ധമുണ്ടായി. നേരിട്ട ആ സുധന്വാൻ എന്ന രാജാവ് യുദ്ധത്തിൽ വെച്ച് തന്നെ എന്നാൽ ഹതനായി. അല്ലയോ മുനിവര്യ, ആ സുധന്വാൻ എന്ന അർജനെ കൊന്നതിൽ പിന്നെ വീരനായ അനുജൻ കുശധ്വജനെ സാങ്കാശയിൽ ഞാൻ വാഴിച്ചു. ഹേ മാമുനിവര്യ, ഇവൻ എൻ്റെ ഇളയ സഹോദരൻ, ഞാൻ മൂത്തവൻ. മുനിവര, ആ കന്യകമാരായ സീതയെ രാമനും ശ്രീരാമനും ഊർമിളയെ ലക്ഷ്മണനും അതിപ്രീതിയോടെ ഞാൻ പാണിഗ്രഹണം ചെയ്തു കൊടുക്കാം, മനസ്സിണങ്ങിയാലും. ദിവ്യ കന്യക പോലെ ഉള്ളവളായ എൻ്റെ പുത്രിയും വീര്യശുൽക്കയുമായ സീതയെയും രണ്ടാമത്തേവളായ ഊർമിളയെയും ത്രിവിധ കരണങ്ങളെ കൊണ്ട് ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുന്നുണ്ട്, സംശയമില്ല. അല്ലയോ മഹാരാജാവേ, ശ്രീരാമലക്ഷ്മണന്മാർക്ക് ഇരുവർക്കും വിവാഹത്തിൻ്റെ പൂർവാംഗമായ ബ്രഹ്മചര്യ സമാവർത്തനത്തെയും പിതൃദേവന്മാർക്ക് ചെയ്യേണ്ടതായ നാന്ദിശ്രാദ്ധം മുതലായ വൈദിക കൃത്യങ്ങളെയും നടത്തിച്ചാലും അനന്തരം വിവാഹകൃത്യത്തെ നടത്തിയാലും പ്രസാദിച്ചരുളിയാലും. മഖാഹൃത്യ മഹാബാഹോ തൃതീയേ ദിവസേ വിഭോ ഫൽഗുന്യാമുത്തരേ രാജം തസ്മിൻ വൈവാഹികം കുരു രാമലക്ഷ്മണയോരർത്ഥേ ദാനം കാര്യം സുഖോദയം. മഹാബാഹുവായുള്ളവേ, ഇന്ന് മഖം നക്ഷത്രമാണല്ലോ പ്രഭു. ഇന്നു തൊട്ട് 3-ാം ദിവസം ഫൽഗുനി എന്ന ആ ഉത്രം നക്ഷത്രത്തിൽ വിവാഹ ചടങ്ങുകളെ നടത്തിയാലും രാജാവേ, ശ്രീരാമലക്ഷ്മണന്മാരുടെ സംഗതിയിൽ മേൽക്കുമേലുള്ള അഭിവൃദ്ധിക്കായുള്ള ദാനവും ചെയ്യപ്പെടേണ്ടതാണ്. ഇത്യാർഷേ ശ്രീമദ് രാമായണി വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ ഏക സപ്തതിതമ സർഗ 71 സർഗം സമാപ്തം. നമസ്തേ.